പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് ക്രിഷ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ക്രിഷ് സാഗറിനെയും സുജയെയും ചെന്ന് കണ്ടിരിക്കുകയാണ്. എനിക്ക് കൺമണിയെ ഇഷ്ടമാണ് അച്ഛാ. എന്ത്? അതെ, കൺമണിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യം അച്ഛനോട് തുറന്നു പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ മാനസിയെ ഞാൻ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതമാണ് തകരുക. അതുകൊണ്ട് ഞാൻ മാനസിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യം നീ അവളോട് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആൻറ്റിയമ്മയ്ക്കും കാര്യങ്ങളെല്ലാം അറിയാം. ആൻറ്റിയമ്മയോട് ഞാൻ ഈ കാര്യം വളരെ മുന്നേ തന്നെ അറിയിച്ചതാണ്. ആണോ? പക്ഷേ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അച്ഛാ, ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോഴെങ്കിലും അച്ഛനോട് തുറന്നു പറയുന്നത്. ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എന്തു ചെയ്യാം, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്ന് സംഭവിച്ചത്. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തായാലും മാനസയോട് ഒന്ന് സംസാരിക്കട്ടെ. മാനസയുടെ തീരുമാനം എന്താണ് എന്ന് അറിയണമല്ലോ. മാനസയുടെ കാര്യങ്ങൾ അച്ഛനൊന്ന് സംസാരിച്ച് ശരിയാക്കണം. ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതാണ് ഒരു പ്രശ്നം. ഇനി ഈ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയുമാണ് ജീവിതം തകരാൻ പോകുന്നത് അച്ഛാ. അതുകൊണ്ടാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സുജ കൺമണിയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.